ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കണോ ഉണ്ണിയുടെ കഥക് തുറക്കാൻ. ഞാൻ ചവിട്ടി പൊളിക്കൂട്ടോ ഉണ്ണിയേട്ടാ തുറക്കാൻ. എന്താ അനുമതി ചെയ്യാൻ പോണേ? ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്ക് അക്ഷരം ഓതി കൊടുക്കുന്ന ഉണ്ണി എന്ന അധ്യാപകൻ ആത്മഹത്യ ചെയ്യാൻ മാത്രം വീരമല്ല. പിന്നെ ഇത്രയും നേരം കഥ കടച്ചിട്ട് തുറക്കുമ്പോ ഒരു കടലാസം കൊണ്ടുവന്ന ആരായാലും വിചാരിക്കും ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. എന്ത് കടലാസുണ്ട് ആത്മഹത്യാക്കുറിപ്പ്? നീ എന്റെ വീട് നീ പേരുന്ന്. പിന്നെ ഇതെന്താ? ഇലക്ഷൻ ഡ്യൂട്ടി എങ്ങനെ എനിക്ക് ഒഴിവാക്കണം, അതിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആക്കി ഞാൻ. കൊള്ളാം. ഇപ്പൊ എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുള്ളിച്ചാടി പോണല്ലോ. ആ അത് അന്നേരം ഈ കോവിഡ് വാക്സിൻ ഡേറ്റാ. ഇപ്പൊ കോവിഡ് വാക്സിൻ എടുക്കാണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. ഉണ്ണിയേട്ടാ അത് നല്ലതല്ലേ വാക്സിൻ എടുക്കണത്? എനിക്ക് പറയാ നല്ലതെന്ന്, അത് നല്ലതല്ല. എന്റെ ഉണ്ണിയേട്ടാ ഇവിടെ ഓരോരുത്തർക്ക് വാക്സിൻ കിട്ടാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ലക്കല്ലേ, വാക്സിൻ ആദ്യം കിട്ടുമല്ലേ? ഈ ഫോണിൽ നിന്ന് കാണുന്നില്ലേ, വാട്സപ്പിൽ കാണുന്നില്ലേ എന്തെല്ലാം വിഷയ? ഉണ്ണിയേട്ടൻ നിങ്ങളുടെ കൂടെ എത്ര സാറന്മാർ എടുക്കുന്നുണ്ട് വാക്സിൻ? എന്റെ കൂടെയുള്ളവർ എടുത്തിട്ടുണ്ട്. അത് റിട്ടയർഡ് ആവാനായി, അവർക്ക് പ്രശ്നമില്ല. എനിക്ക് ഇനി 10-15 കൊല്ലം സർവീസ് ഉണ്ട്. മരിച്ചു പോയാ പോയി. ഉണ്ണിയുടെ ചുമ്മാ കളിച്ചിരിക്കാതെ പോയി വാക്സിൻ എടുത്തോ. പോയി റെഡിയാവ്. സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ചെന്നെ. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞാൻ വാക്സിൻ എടുത്തോളാം. മരിക്കുന്നത് മരിക്കട്ടെ. നീയും വരണം എന്റെ പരം. ഞാൻ വരൂല. വാക്സിൻ എടുത്താ മതി. വരണം. ഇങ്ങനെ ഒരു മനുഷ്യൻ. അതെ എനിക്ക് കുറച്ച് പൈസ വേണം. എനിക്ക് കുറച്ച് പൈസ വേണോന്ന്. പൈസ ഇന്നലെ ഒരു 50 ഉറുപ്പ്യ എന്നിട്ടേ അതെന്താക്കി? 50 രൂപക്കല്ലേ മീൻ മേടിച്ച്? 50 ഉറുപ്പ്യന്റെ മീൻ മേടിച്ച് കൂട്ടിയ നീ? ഇത്ര മീൻ മേടിച്ചതിനാണോ ഇത്ര വലിയ ഭാവം? എന്ത് എനക്കൊന്നും കിട്ടിയില്ല, ഞാൻ ചോദിച്ചിട്ട് പോയില്ലോ. ഉണ്ണേട്ടാ എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾ ഈ പിശുക്കി എന്തുണ്ടാക്കാൻ പോവാ? സൂപ്പർ മാർക്കറ്റിൽ പോണോ? എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറ്റും. വീട്ടിൽ സാധനം ഇടില്ലേ? പിന്നെ ഇല്ല, പച്ചക്കറിയും കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് ഒരു 3000 രൂപ തന്നെ. 3000 ഉറുപ്പ്യ? 3000 രൂപയോ? ഈടോ നീ ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം വിലക്ക് മേടിക്കാനാ പോന്ന്? ഉണ്ണിട്ട് നിങ്ങൾ എന്തിനിങ്ങനെ പിശുക്കണേ? ആ ATM കാർഡ് ഇങ്ങോട്ട് വന്നേ. ആ ഞാൻ തരാം. എനിക്ക് അതിന്റെ നമ്പർ അറിയോ? നമ്പർ അറിയില്ല. നമ്പർ അറിയില്ല, ATM കാർഡ് വേണം. നീ എന്റെ നീ പേരുന്ന് നന്നായി നമ്പർ അറിയാത്ത അത് മേടിക്കണ്ടല്ലോ. എനിക്ക് പൈസ തരാൻ. നീ റെഡിയായ നമുക്ക് പോണം. നമുക്കല്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. ഒരുപാടായി കാത്തു നിൽക്കണത്. ഒരുപാട് സമയം. ആരുമില്ലേ? ആരും കാണുന്നില്ല. കാലു വെച്ചിട്ട് പോയാലാണ്. ആരോട് ചോദിക്കാതെ നിങ്ങളൊക്കെ വാക്സിൻ എടുക്കാൻ വന്നോരാ? അതെ. ഇതിനകത്ത് മാഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അകത്തേക്ക് വരും കേട്ടോ. ആദ്യം അധ്യാപകന്മാർക്ക് ഇഞ്ചക്ഷൻ എടുക്കൊണ്ടു? അല്ല, എല്ലാവർക്കും എടുക്കൂ. പിന്നെ അങ്ങനെ പറയുന്നത്? അല്ല, ഈ അധ്യാപകർക്ക് അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇവിടെ. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ വാക്സിൻ എടുക്കണേ. പിന്നെ അവർക്ക് ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടല്ലേ. കാലു വെച്ചിട്ടാണ് ഈ നിക്കണത്. കാര്യം എന്താ? അല്ല, വിളിക്കൂ, എല്ലാരും വിളിക്കൂ. അധ്യാപകന്മാരുണ്ടെങ്കിലും ഒന്ന് അകത്തേക്ക് വരാം. അത് വേണ്ട വേണ്ടാന്ന് ഇവിടെ നേരെ ഒരുപാടായി വന്നു. ശരി, ഇയാളെല്ലാം മുന്നിൽ നിൽക്കണം. ഇയാൾ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വരിക അല്ലേ? നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എന്താ നിങ്ങളെ പേര്? രാഘവൻ. നിങ്ങളെ പേരെന്താ? എന്റെ പേരെന്താ? നിങ്ങളെ പേര് എന്നോട് എന്നോട് പേരെന്താ നിങ്ങളെ? അതാണ് ഞാൻ ചോദിച്ചത്. പേരെന്താന്ന്? എന്തിനായി? അത് ശരി, പേരും നാളൊന്നും അറിയാണ്ട് അങ്ങോട്ട് പോന്നത്? പേരാണ് ചോദിച്ചത്. അത് സുഷ്മേഷ് കുമാർ. എന്നിട്ട് പറഞ്ഞാ പോരെ. എത്ര നേരായത്? എത്ര വയസ്സായി നിങ്ങൾക്ക്? വയസ്സ് എത്രയും നിങ്ങൾ വയസ്സെങ്ങനെ ഞാൻ പറയലേ? എന്റെ വയസ്സിന് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതെങ്ങനെ ഞാൻ പറയലേ? അതെങ്ങനെയാണ് ഞാൻ പറയണതെന്ന്? നിങ്ങൾ എന്ത് വർത്താനാണ് കളവായി പറയണത്? അല്ല, നിങ്ങളെന്ത് വർത്താനം? നിങ്ങളെ പ്രായമാണ് ചോദിക്കണത്. എന്റെ പ്രായം ഞാൻ ചോദിക്കണത് എത്ര വയസ്സായിരുന്നു? ഇത് വല്ലാത്ത കടങ്ങോറായില്ലെന്ന്. ഞാൻ നിങ്ങളോട് പൈസയിലല്ലേ ചോദിച്ചത്, വയസ്സല്ലേ ചോദിച്ചത്. അത് നിങ്ങളെ വയസ്സെങ്ങനെ ഞാൻ പറയലെന്നേ? നിങ്ങളെ കണ്ടാല് ഇപ്പൊ ഒരു 70 വയസ്സ് തോന്നിക്കും. അത് ശരിയാ, തോന്നിക്കോലോ. അപ്പൊ എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും? നിങ്ങളെ കണ്ട ഒരു 80 വയസ്സ് തോന്നിക്കോലോ. എഴുതിക്കും. ഇതെന്തത് കൊട്ടക്കണക്കോ? 80 വയസ്സ് എഴുതിക്കോ. അല്ല, നിങ്ങളെ പ്രായം മൂപ്പരാ തീരുമാനിക്കല്? നമ്മളൊക്കെ ഒരു പ്രായക്കാരല്ല, അതുകൊണ്ടാണ് എന്റെ പ്രായം. അല്ല, നിങ്ങൾക്ക് ഇതിന് വല്ല തെളിവുണ്ടോ? രേഖ ഉണ്ടോ? ഏത്? നിങ്ങളെ വയസ്സ് തെളിയിക്കാനുള്ള വല്ല രേഖയും കയ്യിലുണ്ടോ? എന്നെ പ്രസവിച്ച കാലത്ത് ഈ തെളിയിക്കുന്ന സാമാനം ഇല്ല. ശരി, നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിക്ക്. ഇങ്ങോട്ട് നീങ്ങിന്നോളി. നീങ്ങി നിൽക്കി, അയാളെ അടുത്തേക്ക് നിൽക്കി. നിങ്ങളെന്താ വന്നേ? കോട്ടയത്തേക്കുള്ള ബസ് കാത്ത് നിൽക്കുക. കോട്ടയത്തേക്കുള്ള ബസ്സാ? അപ്പൊ ഇത് ബസ് സ്റ്റാൻഡാണോ? ഞാൻ ആശുപത്രി അന്ന് അടിച്ചു വന്നാണ്. ഞാൻ പോവുകയാണ്. അതെ,
കോട്ടയത്തേക്കുള്ള ബസ് കത്തിക്ക എവിടെ? ഈ ആശുപത്രിയിലോ? എന്താ നിങ്ങള് പേരെന്താ? പേരന്വേഷിച്ചുള്ള യാത്രയില. ഇത് ഇവിടെ എടുക്കൂല. ഇത് ഇവിടെ വാക്സിൻ കുത്തിവെക്കണ സ്ഥലാ. ഇത് വേറെ സ്ഥലത്താ കാണിക്കണ്ടേ. ഈ ഗേറ്റ് കടന്നിട്ടേ അപ്പുറത്ത് വടക്കേ മൂലയിൽ അവിടെ ഒരു പങ്കജാശൻ ഡോക്ടർ ഉണ്ട്. അവിടെ പോയി കാണിച്ചാൽ മതി കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും കിട്ടുമോ? കൂടിയോ? എന്താണ് വരുന്ന കേസൊക്കെ? ഒന്ന് മാറി കേൾക്കും. അങ്ങോട്ട് വരട്ടെ. എന്ത് ബസ്? അത് ശരി, ബസ് വന്നിട്ടേ പോവുള്ളൂ അല്ലേ? എന്നാ മുന്നോട്ട് കയറുന്നോളി. മുന്നോട്ട്. സർവീസിൽ കയറിയാലും തള്ളി ഇത് തന്നെ. അത് ശരി. എന്താ നിങ്ങളെ പേരെന്താ? ഉണ്ണി. അധ്യാപകനാണ് സാർ. നേരെ ഞാൻ വിളിച്ചു പോകണം. അധ്യാപകരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ? സാറേ ഒരു കാര്യം പറയാൻ. അത് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് ഓർഡറും വന്നു. വാക്സിൻ എടുക്കാൻ പറ്റില്ല സാറേ. എങ്ങനെയെങ്കിലും എടുത്തു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആക്കി തരാൻ പറ്റുമോ? ശരി, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവുകയും വേണോ, സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് എഴുതി തരും വേണോ അല്ലേ? നിങ്ങൾ വാക്സിൻ എടുത്തിട്ട് പോയാൽ മതി. ഇവിടെ വരി. സാർ 1500 പൈസ. എന്ത് കൈക്കൂലി തരാൻ പോവും? എനിക്കോ? ഇങ്ങോട്ട് വരി. ഇവിടെ അധ്യാപകര് വന്നിട്ട് വാക്സിൻ എടുത്ത് കയറി അങ്ങോട്ട്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്താ പേര്? രാഘവൻ. രാഘവൻ, നല്ല പേര്. ആ പേര് ഞാൻ ഇങ്ങ് എടുക്കുക. ഹലോ, ഐ ആം രാഘവൻ. രാഘവൻ. എന്താ സാറേ കൈ പറിക്കണേ? വേണ്ട സാറേ, കൈ വറക്കുന്നത്. അതെ, അന്നത്തെ ഞരമ്പിന്റെ പ്രശ്നമല്ലേ, ആ പ്രശ്നമുണ്ട്. ഒന്ന് പിടിക്കുന്നത്. അതെ, നിങ്ങളെന്നാ കല്യാണി പോയിനോ? ഏത് കല്യാണി? കല്യാണി ബാറിലൊന്നുള്ള പോയില്ല നിങ്ങള്? അവിടെ ഇപ്പൊ തല്ലുണ്ടാക്കിയില്ല നിങ്ങൾ? അതെന്താ അറിയാവോ, നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന സാധനം തീർന്നു, അതില്ല, വേറെ സാധനം തരാം. മോശാട്ടോ സാറേ, ഈ പ്രൊഫഷനിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ മോശം. അതെ, ഒരു ഡോക്ടറായെന്ന് പറഞ്ഞ് 2 കഴിച്ചുവിടാനൊന്നുമില്ല. 2 കഴിക്കുക. ഇത് കഴിച്ച അടി ഉണ്ടാക്കലല്ല. ഞാൻ ഗീതാമരത്തിനടുത്ത് ഞാൻ പറയും. ഇത് ഞാൻ കാര്യം പറയാം, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടല്ലോ. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട പണിയല്ല, അറിയാം നിങ്ങൾക്ക്? ഇത് അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും എടുക്കുന്നത്. അങ്ങോട്ട് നോക്കിക്കോ, അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതിപ്പോ കൈ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ള മാഷേ. ഒരുപാട് ആൾക്കാർ കുട്ടികളെ കളി കളിക്കല്ലേ നിങ്ങള്? അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? പിടിച്ചോ, അത് മുറുക്കി പിടിച്ചോളെ. എവിടെയെങ്കിലും പിടിച്ചോ. ഓക്കെ അല്ലേ? മൊത്തം കറങ്ങുന്നു. അതിനത് കുത്തിയ മരുന്ന് ഈ കയ്യിൽ നിന്ന് താഴോട്ട് ഇറങ്ങണ്ടേ? ഇറങ്ങിട്ടല്ലടാ കറങ്ങാൻ. എവിടെ ഇറങ്ങി? മൊത്തം പോന്നിട്ട്. പേടി ഒഴിവാക്കി സുഹൃത്തെ. പേടിക്കൽ. നിങ്ങളൊരു അധ്യാപകനല്ലേ നിങ്ങള്? ഞാൻ മരിച്ചു പോവുക സാറേ. എന്ത് മരിച്ചു പോവുക? എന്തിന്? ഈ വാക്സിൻ എടുത്തിട്ട് ഇതുവരെ ആരും മരിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ആരും മരിക്കില്ല. എന്ത് ശ്വാസം മുട്ടു സാർ. എണീക്കാൻ പറ്റില്ല, കയ്യൊന്നും ഇറങ്ങുന്നില്ല സാറേ. പക്ഷെ ഇങ്ങനെ സൂചിയിലിരിക്കല്ലേ? സൂചി എണീറ്റില്ലേ? ഇപ്പൊ എണീക്കാൻ പറ്റില്ലേ? ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ആവശ്യമില്ല മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും കൊടുക്കണ്ട കേട്ടോ. മര്യാദക്ക് ഇന്നലെയും കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു വാട്സാപ്പിൽ, ഒരാൾ മരിച്ചു പോയിരുന്നു. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഫോണങ്ങ് ഓഫ് ചെയ്ത് വെക്കും കുറച്ച് ദിവസത്തേക്ക്. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ നമ്മളെ പറ്റിക്കണ കാര്യങ്ങളാ. ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഡോക്ടറാണ്, ഞാൻ പറയണതിൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂലേ സാറേ? തല കറങ്ങുന്നുണ്ട് സാറേ. എടോ മൊയ്തു, അയാളെ കൊണ്ട് ഒബ്സർവേഷനിൽ ഇരുത്തു. നമുക്ക് ഒബ്സർവേഷൻ ഇരിക്കുക കേട്ടോ. ഒബ്സർവേഷനിൽ ഇരിക്കുക. താങ്ങിക്കൊണ്ടോ സാർ അങ്ങോട്ട്? താങ്ങ്? എന്തിനത് താങ്ങണേ? വാക്സിൻ എടുത്തതിന്റെ പേരില് സാറേ കുട്ടികളി കളിക്കാൻ നടന്നോടി. ആ ശരി, നടന്നോടി. ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. ആദ്യമായിട്ടാണ് ഇവരൊക്കെ ഇനി എങ്ങനെ ഇനി അടുത്ത ഡോസ് എടുക്കുവോ? ചേട്ടാ പോലെ
ഹലോ പൈസ ഒന്നില്ല. പൈസ എവിടെ? പൈസ 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 50 രൂപ. 50 രൂപ ആടുന്ന് എടുത്തേക്കോ? 50 രൂപയാണ് കാശിന്റെ എല്ലാ വില കൂടി. നീ കോവിഡ് വാക്സിൻ വെച്ചോ? ഇല്ലില്ല. ഇല്ലല്ല. എത്രയും മേടിക്കാൻ എനിക്ക് കണ്ടോ. കണ്ടോ മണ്ടു. ഇതെന്താ ഇവിടെ കിടക്കണേ? എന്താ കിടക്കണേന്ന്? ഞാൻ കമ്പിളി പുതപ്പ് ഇങ്ങോട്ട് എടുത്തേ. കമ്പിളിപ്പുതപ്പ്? നിങ്ങൾ വാക്സിൻ എടുത്തില്ലേ? വാക്സിൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് കമ്പിളി പുതപ്പ് വെച്ച് തണുത്ത് പിറക്കുന്നു മൊത്തം. ഇതുകൊണ്ടില്ലേ കണ്ട, വാക്സിൻ എടുത്ത് വന്നപ്പോ തുടങ്ങിയ കിടപ്പാണ്. എന്തപ്പോ അവന്റെ സ്ഥിതി? എന്ത് സ്ഥിതി? ഒരു സ്ഥിതിയില്ല. ഉണ്ണിമാഷണീച്ച എനിക്ക് എന്തപ്പ എനിക്ക് തോന്നണത്? വിറക്കുന്നു, പിന്നെ തല കറക്കുന്നു. വെറുതെ പറയാണ്. പേടിച്ച് പേടിച്ച് എന്താ എന്റെ മണ്ടോതിരി ഇജ്ജ് കാണിക്കണേ? ഓന്റെ അടങ്ങറ ഓനല്ല അറിയുള്ളോ. ഞങ്ങൾ മാഷുമാര് പലരും എടുത്താണ് ഈ വാക്സിൻ. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങക്ക് കുഴപ്പമില്ലാച്ചിട്ട് കുഴപ്പമുള്ളവരുണ്ടാവുമായിരിക്കും. ഇക്ക ഒന്ന് നോക്കിയ വെട്ടി വേർക്ക, എന്നിട്ട് ഈ കമ്പിളിയും പൊതിച്ച് എന്താ ഇജ്ജ് കാട്ടുന്ന എന്റെ മണ്ടോതിരി? ഓനൊന്ന് സ്വസ്ഥായിട്ട് കടന്നോട്ടെ എന്നേ. എന്റെ ഉണ്ണിമാഷേ, ഇത് ഈ വാക്സിൻ എടുക്കണതിന്റെ മുമ്പ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ 2-3 ദിവസം ചിലപ്പോ പരിക്കുന്നു. നല്ല പനി. അതിനുള്ള മരുന്നും തന്നിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ശരി. അപ്പൊ പനിക്കാനപ്പൊ നിങ്ങൾ ഈ ജാതി പണിയൊക്കെ പോയി ചെയ്യണേ? നിങ്ങൾ എന്താ പറഞ്ഞു? ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുമ്പോ നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചെങ്കിൽ 1-2 ദിവസം പരിക്കും. എന്തേ കണ്ണതാ മഞ്ഞളിച്ചിട്ട്? അതല്ലെങ്കിൽ ഉണ്ണിമാഷ കണ്ണ് എപ്പോഴും മഞ്ഞ കളറിനെ. ഇല്ലേ അനക്കൊന്നുമില്ലാട്ടോ. ഒന്നും അനക്കില്ലാതെ വെച്ച് മനസ്സിലങ്ങട് ഈ മാനം ഉറപ്പിച്ചാളി. അതൊക്കെ പറയാമോ? എന്താ കോയക്കായി പറയണത്? എല്ലാ കാര്യത്തിനും ഓടി നടക്കണ ഒരു ചക്കനാണല്ലാ. ഒരടക്കറുണ്ടാക്കരുത്. അല്ലാ സുഹൃതാ, ഇന്നലത്തെ ഒരു വാർത്ത കേട്ടച്ച്. എന്താ? വടകരയിലുള്ള ഒരു ഡോക്ടർ ഈ ചങ്ങായി ഇപ്പൊ ഈ പറഞ്ഞ എന്താ ഇതിന്റെ ഇത് എടുക്കാൻ പോയി. വാക്സിൻ എടുത്തോ? വാക്സിൻ എടുക്കാൻ ഇത് എടുക്കാൻ പോയി. എടുക്കാൻ പോയി വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതാ കിടക്കണത്. ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഇപ്പൊ ആൾക്കാരൊക്കെ പറയണത്. സംഗതി എന്താ? ഇത് പോയി എടുത്തതാ. എന്റെ കോയക്കപ്പ അത് വാക്സിൻ എടുത്തിട്ടൊന്നല്ല. വാക്സിൻ എടുക്കാണ്ട് അറ്റാക്ക് വന്നാലും ചാവില്ലേ? എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കണ ആൾക്കാരാണ് റബ്ബേ. ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഇത്ര ചെറുപ്പത്തിന്. അനക്കിവിടെ ചുറ്റിങ്ങനെ ഇടി ഇങ്ങനെ കൂടി കൂടി വരണ മാതിരി തോന്നുന്നുണ്ടോ? ഇവിടെ വരുന്നുണ്ടോ അങ്ങനെ? ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിലും മാഷക്കൊരു ശേഖരം കിട്ടിയാൽ മതി. എന്തിനപ്പോ ഇത് കോയക്കെ അറിയിച്ച്? എന്റെ തള്ളവിരലിന്റെ മുകളില് തരിപ്പ് മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. വിളിച്ചോണ്ട് പോവോ? ബന്ധുക്കളൊക്കെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ നിങ്ങളെ എല്ലാരും? എന്റെ കോയക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ആർക്കൊന്നും ചേട്ടനെ ഒന്നുമില്ല. ഞാൻ പള്ളിക്കൊൽക്കാ പോണേ. അനക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ദുആ ചെയ്യണേ. ഒന്നുമില്ല. കണ്ടില്ലേ സേത്യാനത്തിന്റെ ഇതും കൂടി ഉണ്ടാവേ. കൊഞ്ചിക്കാനൊരാളെ
أعوذ برب الفلك من شر ما خلق ومن شر حاسد إذا وقب ومن شر النفاثات في എന്താ കോയക്കായി കാണിക്കണേ? എന്തേ ഒന്നാമത് ഇപ്പൊ മാസ്ക് വെച്ചെടുക്കേണ്ട സമയ. ഇത് മാസ്ക് ഇല്ലാണ്ട് മുഖത്തേക്ക് തുപ്പിയാലോ? തുപ്പ് എന്താ പറഞ്ഞേ? മന്ദിരിച്ചു കൂത്തിയതാണ് ഞാൻ. നിങ്ങളെല്ലാരും കൂടി ഓനെ കൊല്ലാഞ്ഞാ മതി. ഒന്നുമില്ലാത്തോണ്ട് എനിക്ക് ഞാൻ തന്റെ കൂടെ. ആ എന്തെങ്കിലും ഇടങ്ങള് തോന്നിച്ച് എന്നെ വിളിപ്പിക്കണട്ടോ. ഇവര് പറഞ്ഞൊന്നും കൂട്ടാക്കണ്ടില്ല. കോയക്കാ പോവാ. റൂഹ് പിടിക്കാൻ അസ്രായേൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ സമയാണ്. പറ്റല്ലേ ഓരിടുന്നത്. ഇത് ഉണ്ണിയേട്ടൻ കരയണതാണ്. കോയക്ക വാ പോവാ. എന്നാ പോവാ. എന്തേലും പ്രശ്നം വിളിച്ചാൽ ഒന്നുമില്ല കേട്ടോ. വേറെ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. വിളിച്ചറിയിക്കും. കോയക്ക വാ. അയൽവക്കത്തൊക്കെ ആൾക്കാരൊക്കെ ഇല്ലേ? എന്നാ ശരി. കാത്തുരക്ഷിക്കണല്ലോ. ഉണ്ണിയേട്ടാ ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിച്ചു വെച്ചിട്ട് ഞാൻ മൊത്തം വിറക്കല് കൂടി. ആദ്യം ഈ പൊതുപ്പ് മാറ്റി, അപ്പൊ തന്നെ പകുതി അസുഖം മാറും നിങ്ങളുടെ. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയണമല്ലോ. പൊന്തുന്നില്ല. ഇന്നൊന്നും കഴിക്കണില്ലേ? പൊന്തുന്നില്ല കൈ. ഇപ്പൊ പൊന്തിയാ? ഇപ്പൊ പൊന്തിയാ? പൊന്തി. ആ എന്നാ എണീക്ക്. ഇപ്പൊ എണീപ്പിക്കണേ, ഞാൻ കാണിച്ചു എണീറ്റേ. വെറുതെ ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട് ഭയങ്കര അഭിനയം. ഒന്നും കഴിക്കുന്നില്ല ഇന്ന്? വേണ്ടേ? ഒന്നും വേണ്ട. അന്ന് പട്ടിണി ഇരുന്ന. വേറെ എന്തെങ്കിലും വരുമ്പോ നമുക്ക് പോവാട്ടാ, ആശുപത്രി പോവാ. അപ്പൊ ഒരു കുത്തും കൂടി ഇവിടത്തെ അയ്യോ ഉണ്ണേട്ടാ എന്തോ ഉറങ്ങാത്തെ? എങ്ങോട്ട്? എന്താ ഉണ്ണേട്ടാ? 22-32 ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 22-32 പറ. 22-32. ആ മതി. കുറച്ച് ഈ ATM കാർഡിന്റെ പാസ്വേഡാന്ന് ഇപ്പം പറഞ്ഞ നമ്പർ മറക്കണ്ട. ഇതിലത്തെ എല്ലാ പൈസയും നിനക്കാണ്. എനിക്കെന്നെ ആധാരം, എന്റെ സകലമാന സ്വത്തുക്കൾ ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിനക്കെന്നെ. നീ എന്നെ എന്റെ ഉണ്ണേട്ട ഒരു വാക്സിൻ എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേ? ഒരു വാക്സിൻ എടുത്താൽ പോലെ മരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഏതായാലും മരിക്കലായി. ഞാൻ പോയി മരിച്ചു. പോ. എന്താ